എൻ്റെ വാപ്പ. ജീവിതത്തിൽ ഞാൻ ഏറ്റവും കുറവ് തവണ പറഞ്ഞൊരു വാക്കാണ് കേട്ടോ ഇത്. കാരണം ആ വാക്ക് വിളിക്കാൻ എനിക്ക് അധികം അവസരങ്ങളൊന്നും കിട്ടിയിട്ടില്ല. എനിക്ക് 3.5 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ വാപ്പ മരിച്ചു പോണത്. അതുകൊണ്ട് വാപ്പേൻ്റെ മുഖവും ശബ്ദവും ചിരിയും കൈപിടിച്ച് നടന്ന വഴികളും ഇതൊന്നും എനിക്ക് ഓർമ്മ പോലും ഇല്ല. പക്ഷെ വാപ്പ ഇല്ലാത്തൊരു ജീവിതം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സത്യം പറഞ്ഞാൽ വാപ്പയെക്കുറിച്ച് എൻ്റെ മനസ്സിലുള്ളത് ഞാൻ ആരോടും അങ്ങനെ തുറന്ന് സംസാരിക്കാറില്ല. ചില വേദനകളൊക്കെ അങ്ങനെയാണല്ലോ, പുറത്ത് പറയാതെ നമ്മൾ ഉള്ളിൽ തന്നെ സൂക്ഷിക്കും. ചെറുപ്പത്തിൽ സ്കൂളിൽ പോകുമ്പോൾ കൂട്ടുകാരുടെ അച്ഛന്മാരൊക്കെ അവരുടെ മക്കളെ കൈപിടിച്ച് സ്കൂളിലേക്ക് കൊണ്ടുവിടും. അതൊക്കെ കാണുമ്പോൾ അറിയാതെ എൻ്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. ഫാമിലിയിലും ബാപ്പമാരൊക്കെ മക്കളെ സ്നേഹിക്കുന്നത് കാണുമ്പോഴൊക്കെ എനിക്ക് വിഷമം തോന്നിയിട്ടുണ്ട്. ജീവിതത്തിലെ ചെറിയ ചെറിയ സന്തോഷങ്ങളിലും വലിയ നേട്ടങ്ങളിലും മനസ്സിൻ്റെ ഏതോ കോണിൽ എപ്പോഴും എൻ്റെ വാപ്പ ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് ഇടയ്ക്ക് തോന്നാറുണ്ട്. ജീവിതത്തിൽ ഓരോ മോശം സിറ്റുവേഷനിലും ഒറ്റപ്പെടൽ തോന്നുമ്പോഴും ഒരു തീരുമാനം എടുക്കാൻ ബുദ്ധിമുട്ടുമ്പോഴും മനസ്സ് തളരുമ്പോഴൊക്കെ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എൻ്റെ വാപ്പ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം എന്ത് തീരുമാനമായിരിക്കും എടുക്കുകയെന്ന്. പക്ഷെ വാപ്പയുടെ അഭാവം മനസ്സിലാക്കിയിട്ട് എനിക്ക് കഴിയുന്നത്ര സ്നേഹവും കരുതലും നൽകി എന്നെ ഇത്രയും വളർത്തി വലുതാക്കിയത് എൻ്റെ ഉമ്മ തന്നെയാണ്. ഒരു അച്ഛൻ്റെ കുറവ് മക്കൾ അറിയാതിരിക്കാൻ സ്വന്തം ജീവിതത്തിലെ പല ആഗ്രഹങ്ങളും മാറ്റിവെച്ച് എന്നെ ഈ നിലയിലെത്തിച്ചത് എൻ്റെ ഉമ്മ തന്നെയാണ്. ഞാൻ ഇന്ന് എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ എൻ്റെ ഉമ്മച്ചീൻ്റെ ത്യാഗവും എനിക്ക് ഓർമ്മയില്ലെങ്കിലും എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള എൻ്റെ വാപ്പയുടെ അനുഗ്രഹം കൂടെയാണ്. ഫാദേഴ്സ് ഡേ എന്നത് ഒരു ദിവസം മാത്രം അച്ഛനെ ഓർക്കാനുള്ള ദിവസമല്ല. അച്ഛൻ കൂടെ ഉണ്ടായാലും ഓർമ്മകളിൽ മാത്രമായാലും അവരുടെ സാന്നിധ്യം ജീവിതത്തിൽ ഓരോ ദിവസവും നമ്മോടൊപ്പം ഉണ്ടെന്ന് ഓർമ്മിപ്പിക്കലാണ്. എനിക്ക് വാപ്പയെക്കുറിച്ചുള്ള ഓർമ്മകൾ കുറവായിരിക്കും, പക്ഷെ വാപ്പയെ മിസ് ചെയ്ത നിമിഷങ്ങളും ഒരുപാടുണ്ട്. ഞാൻ ഏറ്റവും കുറവ് തവണ പറഞ്ഞ വാക്കായിരിക്കും വാപ്പ. എന്നാൽ എൻ്റെ ഹൃദയത്തിൽ ഏറ്റവും കൂടുതൽ ഇടം പിടിച്ചിരിക്കുന്ന വാക്കുകളിലൊന്നും ഈ വാപ്പ എന്നുള്ള വേർഡ് തന്നെയാണ്. ഇന്ന് ഫാദേഴ്സ് ഡേയിൽ ഓർമ്മകളേക്കാൾ കൂടുതൽ നഷ്ടബോധം സമ്മാനിച്ച എൻ്റെ വാപ്പയെ ഞാൻ സ്നേഹത്തോടെ ഓർക്കുന്നു. കാരണം അച്ഛന്മാർ ഒരു ദിവസത്തിൽ ഒതുങ്ങുന്ന ആൾക്കാരല്ല. അവരില്ലാതായാലും അവരുടെ സ്ഥാനം ഒരിക്കലും ഒഴിഞ്ഞു പോകുന്നില്ല. ഒരിക്കലും വിളിച്ചു മതിയാകാത്ത എൻ്റെ വാപ്പയ്ക്ക് വേണ്ടിയിട്ട് എന്നും സ്നേഹത്തോടെ. അപ്പോൾ ഈ ലോകത്തുള്ള എല്ലാ ഫാദേഴ്സിനും എൻ്റെ ഹാപ്പി ഫാദേഴ്സ് ഡേ.